ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സമൂസ എണ്ണയൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രൈഫാണ് പോലത്തെ പാൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് നല്ല സമൂസൻ്റെ നല്ല ഷേപ്പായിട്ട് കിട്ടുന്ന നല്ലൊരു പാനാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിന് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാവും മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ 2 ചപ്പാത്തിയായി പരത്തി മസാല ഇട്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. 2 ചപ്പാത്തി പരത്തിയെടുക്കാം. അങ്ങനെ ഇതാ ചപ്പാത്തി പരത്തി റെഡിയാക്കുന്നുണ്ട്. അധികം പേർക്കും നോമ്പിനൊക്കെ എണ്ണയില്ലാത്ത അപ്പമാണ് ഇഷ്ടം. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഉപകാരപ്പെട്ടൊരു പാനാണ്. അപ്പോൾ ഇത് വെക്കുന്നതിന് മുമ്പായി അതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി. ഈ കരക്കല ഇങ്ങനെ പറ്റിപ്പിടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ എണ്ണ ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ചപ്പാത്തി ഉണ്ടാക്കി അതിൽ വെച്ച് കൊടുക്കാം. ഇത് ഞാൻ വാങ്ങിയത് മീഷോന്നും ആമസോണിൽ നിന്നല്ല. ഗൾഫിൽ പോയ സമയത്ത് ഒരു മാളിൽ നിന്ന് കണ്ട് വാങ്ങിയതാണ്. നല്ല ഉപകാരമാണ്. ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു നല്ല ഷേപ്പായിട്ട്. അപ്പോൾ ഇതാ ചപ്പാത്തി ഇതുപോലെ ഇങ്ങനെ വിരിച്ചു കൊടുക്കാം. ഇതേ ഷേപ്പിലായിട്ട് ഞാൻ പരത്തിയതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു കൊയ്വല ആക്കിയിട്ട് അതിൽ മസാല വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മസാലകളൊക്കെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ മസാലകളൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വേറൊരു ചപ്പാത്തി ഇങ്ങനെ വിരിച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ച് വേവിച്ചെടുക്കാൻ പറ്റും. നല്ല പൊരിഞ്ഞ സമൂസയായി കിട്ടുന്നുണ്ട്. ഇനി ഇത് ബാക്കി വരുന്ന മാവ് സൈഡിലായിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ നമുക്ക് അടർത്തി മാറ്റാം. അപ്പോൾ ഇതേ ആകൃതിയിൽ നല്ല ഷേപ്പായി കിട്ടും. ഞാനിതിൽ കായ്ക്കുംസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ മുട്ടയും കായും വാട്ടി എടുത്ത് ഇത് ഷേപ്പിലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ഷേപ്പായിട്ട് കിട്ടുന്നുമുണ്ട്. അങ്ങനെ നമ്മളുടെ സമൂസൊക്കെ നല്ല വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല മൊരിഞ്ഞ സമൂസയായി നല്ല ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം ഒരു സമൂസൻ്റെ അകത്തിൽ നമുക്ക് മുറിച്ചെടുത്താൽ മതി. പെട്ടെന്ന് മുറിച്ച് കിട്ടുകയും ചെയ്യും, നല്ല പൊരിഞ്ഞതായതുകൊണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. അങ്ങനെ സമൂസ എല്ലാം ഇതുപോലെ പെട്ടെന്ന് മുറിച്ച് കിട്ടും, നല്ല പൊരിഞ്ഞതുകൊണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ മുറിച്ചെടുത്ത് റെഡിയാക്കാം ഒരു പാത്രത്തിലേക്ക്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.